ഹലോ, എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരുടെയും ക്രിസ്മസ് ഒക്കെ എങ്ങനെ പോയി? അപ്പോൾ ക്രിസ്മസ് രാത്രി എങ്ങനെയായിരുന്നു എന്നുള്ളത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാണ്. അപ്പോൾ കന്യാകുമാരിയിലാണ് ഞാനുള്ളത്. ഹസ്ബൻഡിൻ്റെ വീട് കന്യാകുമാരിയിലാണ്. അപ്പോൾ അവിടുത്തെ പള്ളികളൊക്കെ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത് കാണാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ എല്ലാ പള്ളികളും നമ്മൾ മൊത്തത്തിൽ ഒരു 4-5 പള്ളികൾ കവർ ചെയ്തു. എല്ലാ പള്ളികളും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നല്ല രസമായിട്ട് അലങ്കരിച്ചിട്ടുണ്ടായിരുന്നു. കാറ്റത്തിങ്ങനെ ലൈറ്റൊക്കെ ആടിക്കളിക്കുന്നത് കാണാൻ തന്നെ ഒരു സന്തോഷം. പിന്നെ എനിക്ക് ലൈറ്റ്സ് കുറച്ച് ക്രേസ് ആയിട്ടുള്ള സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് തരുന്നൊരു സന്തോഷം അത് ഒന്ന് വേറെ തന്നെയാണ്. എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. പിന്നെ കുറേ കാലത്തിന് ശേഷമാണ് ഒരു പള്ളിക്കകത്തേക്ക് കയറുന്നത്. സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്തൊക്കെ ഞാൻ ക്രിസ്ത്യൻസിൻ്റെ സ്കൂളിലാണ് പഠിച്ചത്. അപ്പോൾ വെള്ളിയാഴ്ച ആദ്യ കുർബാനയ്ക്കൊക്കെ പള്ളിയിൽ പോകുമായിരുന്നു കൂട്ടുകാരുടെ കൂടെ. അങ്ങനത്തെ ഓർമ്മകളൊക്കെ മനസ്സിൽ കൂടെ കടന്നു വന്നു. ഇതാണ് കേട്ടോ ആ പള്ളിയുടെ മൊത്തത്തിലുള്ള ലുക്ക്. നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതാണ് അതിൻ്റെ പരിസരം മൊത്തം അലങ്കരിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ചെടി പോലും വിടാണ്ട്, ഒരു പുല്ല് പോലും വിടാണ്ട് എല്ലാത്തിലും ലൈറ്റ്സൊക്കെ തൂക്കി സ്റ്റെപ്സിൽ മൊത്തം കളർഫുള്ളായിട്ടുള്ള ലൈറ്റൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കിതൊക്കെ ആദ്യത്തെ കാഴ്ചയാണ് കേട്ടോ. അപ്പോൾ നല്ല സന്തോഷം തോന്നി. ക്രിസ്മസ് പിന്നെ എല്ലാവർക്കും സന്തോഷമുള്ള ഒരു ആഘോഷമാണെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത സ്പോട്ടിലെത്തി. അടുത്ത സ്പോട്ടിൽ തെങ്ങിൻ്റെ മുകളിലൊക്കെ ലൈറ്റ്സൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. പുൽക്കൂടൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ആ പുൽക്കൂടിൻ്റെ വ്യൂ ആണ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. നല്ല രസമായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ പുൽക്കൂട്ടിലുള്ളത് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അതിൻ്റെ വലിയൊരു കാര്യമായിട്ടുള്ള ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പക്ഷെ അത് കാണുമ്പം കുറേ നൊസ്റ്റാൾജിക് ആയിട്ടുള്ള കാര്യങ്ങളും കുറേ സന്തോഷം. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ ഒരു ക്രിസ്മസ് അപ്പൂപ്പൻ ഉണ്ടായിരുന്നു. പുള്ളിക്കാരൻ സൈക്കിളിലൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ അവിടുത്തെ മൊത്തം ആ പള്ളിയുടെ മൊത്തം വ്യൂ കവർ ചെയ്തിട്ട് നമ്മൾ അടുത്ത സ്പോട്ടിലേക്ക് ഇറങ്ങി. അവിടെയാണെങ്കിൽ പോകുന്ന വഴിയിൽ മൊത്തം ഇങ്ങനെ ലൈറ്റ്സൊക്കെ ഇങ്ങനെ മൊത്തം എല്ലാ വഴിയും കുഞ്ഞു കുഞ്ഞു വീടുകളാവട്ടെ എല്ലാവരും ചെറിയ തോതിലാണെങ്കിൽ പോലും ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു ക്രിസ്മസിൻ്റെ. പിന്നെ വരുന്ന വഴിയിൽ ഏറ്റവും അട്രാക്റ്റീവായിട്ടുള്ളൊരു കാഴ്ച എന്ന് പറഞ്ഞൊക്കെയാണെങ്കിൽ ഒരു ചാനലിൻ്റെ മേലെ കൂടെ ലൈറ്റ്സ് മൊത്തം ഇങ്ങനെ വെച്ചിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ ഒരു കുഞ്ഞ് ഡ്രൈവ് ആവാമെന്ന് കരുതി അതിൻ്റെ കൂടെ തന്നെ നമ്മളും സഞ്ചരിച്ചു. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു പോരാണ് ഉണ്ടായത്. അപ്പോൾ അവിടെ ഇങ്ങനെ വാട്ടർ സ്പില്ല് ചെയ്യുന്ന പോലത്തെ സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുക്കിയിട്ടുണ്ടായിരുന്ന പുൽക്കൂടാണിത്. ഓരോ പുൽക്കൂട്ടിലും ഓരോരോ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാഴ്ചകളുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നു. അവിടെ നിന്ന് പോരുന്ന വഴിയിൽ പിള്ളേരിങ്ങനെ ക്രിസ്മസിൻ്റെ ആഘോഷങ്ങളൊക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ഇതൊക്കെ റോട്ടിൽ കൂടെ വരുമ്പോൾ കവർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലായിടത്തും നിർത്താൻ നമുക്ക് പറ്റിയിട്ടില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ കഴിക്കാൻ കയറി. പിന്നെ ആരും വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു പള്ളി അവിടെ കണ്ടപ്പോൾ നല്ല രസമുണ്ടായിരുന്നു അവിടുത്തെ ഡെക്കറേഷൻസ് കാണാൻ. പക്ഷേ ക്രൗഡ് ഉണ്ടായിരുന്നില്ല. ഇവിടെ ഈ ലൈറ്റ്സ് കാണാൻ തന്നെ ആൾക്കാർ കുറേ പേര് ഓരോ പള്ളിക്കകത്ത് കുറേ പേരുണ്ടായിരുന്നു. ഇവിടെ ആയിരുന്നു കുറച്ച് തിരക്കൊഴിവുണ്ടായിരുന്നത്. അപ്പോൾ സമാധാനത്തിൽ കാണാമല്ലോ കാഴ്ചകളൊക്കെ എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ ഇറങ്ങി അതിനുള്ളിലേക്കൊക്കെ കയറി. അപ്പം നല്ല രസമുണ്ടായിരുന്നു. ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഓരോ പള്ളിയിലെയും ഡെക്കറേഷൻസ് വ്യത്യസ്തമായിരുന്നു. അങ്ങനെ അവിടെ മൊത്തം കവർ ചെയ്തു. പിന്നെ നമ്മൾ തുടർന്നു. ഇതൊക്കെ വഴിയിലുള്ള കാഴ്ചകളാണ്. കളർഫുള്ളായിട്ടുള്ള കാഴ്ചകൾ. കണ്ണടയ്ക്കുമ്പോൾ കണ്ണിനകത്ത് നിറച്ചും കളറുള്ള പോലെയായിരുന്നു. അങ്ങനെ നമ്മൾ അവിടെ നിന്നും തുടർന്നു. ആക്ച്വലി നമ്മൾ ലക്ഷ്യം വെച്ചത് മാർത്താണ്ഡം പള്ളിയാണ് കേട്ടോ. മാർത്താണ്ഡം പള്ളിയിലേക്കുള്ള യാത്രയാണ് നമ്മൾ. അതിനിടയ്ക്ക് കണ്ടിട്ടുള്ള കുറേ പള്ളികളിൽ നമ്മൾ നിർത്തി അവിടുത്തെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ഷൂട്ട് ചെയ്തു. അങ്ങനെ പോവാണ് നമ്മൾ. മണലിക്കര എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഹസ്ബൻഡിൻ്റെ വീട്. അവിടെ നിന്ന് മാർത്താണ്ഡത്തേക്ക് പോവാണ് ഉണ്ടായത്. ഒരു 20-25 മിനിറ്റ്സ് എടുക്കും. അപ്പം ഇതൊക്കെ ഇടയിലുള്ള കുറേ പള്ളികളാണ്. അപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു പള്ളി കണ്ടു. അങ്ങനെ നമ്മൾ അവിടുത്തെ ആ പള്ളിയിലോട്ടുള്ള വഴിയിലുള്ള ലൈറ്റ്സൊക്കെ അങ്ങനെ കവർ ചെയ്തു. പിന്നെ നമ്മൾ മാർത്താണ്ഡത്തെത്തി. അപ്പോൾ കന്യാകുമാരി കേരള ബോർഡറിൽ ഹൈവേയിലുള്ള റൈറ്റ് സൈഡിലാണ് ഈ പള്ളിയുള്ളത്. കന്യാകുമാരിയിൽ മാർത്താണ്ഡത്തുള്ള ഏറ്റവും വലിയ പള്ളിയാണിത്. അപ്പം ഇവിടുത്തെ ഡെക്കറേഷൻസ് ഒരു രക്ഷയില്ല. അവിടെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആൾക്കാരെ കണ്ടിട്ടുള്ളത്. പിന്നെ ഒരു സ്റ്റാറിൻ്റെ മുകളിൽ ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ അവസരം എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ വിഷ് ചെയ്യാൻ കൂടെ യൂസ് ചെയ്യാണ്.
അപ്പം എല്ലാവർക്കും നല്ലൊരു ന്യൂ ഇയർ ആവട്ടെ, പ്രതീക്ഷകളുടെ പുത്തനുണർവിൻ്റെ ഒരു നല്ല വർഷമാവട്ടെ എല്ലാവർക്കും എന്ന് ആശംസിക്കുന്നു. അങ്ങനെ അവിടെയുള്ള ലൈറ്റ്സൊക്കെ നമ്മൾ കവർ ചെയ്തു. നല്ല രസമുണ്ടായിരുന്നു. ഇതിന് സത്യം പറഞ്ഞാൽ ഇതിന് എഫേർട്ട് എടുത്ത ആൾക്കാരെ ഒരു നിമിഷം നമ്മൾ ആലോചിച്ച് പോകും. അത്രയും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം ഇതൊരു ക്രിസ്മസ് ട്രീ പോലത്തെ ട്രീയിൽ ഇങ്ങനെ കളറായിട്ടുള്ള ലൈറ്റ് അവർ സെറ്റ് ചെയ്തിട്ട് അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് മൊത്തം പള്ളിയുടെ ലുക്ക്. ഇങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേസ് ഇങ്ങനെ വന്ന് മാറിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇതൊരു നല്ല അട്രാക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളൊരു ട്രീ ആണ് കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തിറങ്ങി. ഇവിടെയായിരുന്നു നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വണ്ടി എടുത്ത് നമ്മൾ പിന്നെ യാത്ര തുടർന്നു. ഈ പുൽക്കൂട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പള്ളിയിലുള്ളതാണ് കേട്ടോ. ഇനി എല്ലായിടത്തും പോയി അവിടെ കയറിയില്ലെങ്കിൽ മോശമല്ലേ. അങ്ങനെ അവസാനം നമ്മൾ അവിടെയും കയറി വീഡിയോ ഒക്കെ എടുത്തു. അവിടെ പിള്ളേർ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു.